സർവീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഡിമാറ്റ് ആൻഡ് അസ്ബ. അസ്ബ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് സർവീസസ്. അപ്പോൾ ഈ ഒരു അസ്ബ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് ആയിരിക്കണം നിങ്ങളുടെ, എന്നാലും നിങ്ങൾക്ക് ആ ഒരു ബാങ്ക് വഴി നിങ്ങൾക്ക് IPO വാങ്ങിക്കാൻ പറ്റും. IPO വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടും കൂടെ വേണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രോക്കേഴ്സ്. ഇപ്പോൾ സെറോദയിൽ ഡിമാറ്റും ട്രേഡിംഗ് അക്കൗണ്ടും ബോത്ത് ടുഗദറാണ്, അത് ലിങ്ക്ഡ് ആണ്, ഡിമാറ്റ് അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് ആ ഡിമാറ്റും ട്രേഡിംഗ് അക്കൗണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും, അതായത് സെപ്പറേറ്റ് അല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഡിമാറ്റ് ഇവിടെ ഉണ്ടല്ലോ, ഡിമാറ്റ് ആൻഡ് അസ്ബ. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അസ്ബ സർവീസസ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഇക്വിറ്റി. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇവിടെ കൊടുത്തത് വി മാർക്ക് ഇന്ത്യ ലിമിറ്റഡ്. ഈ ഒരു കമ്പനി ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർസ് ഓഫർ ചെയ്തിട്ടുണ്ട്, അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ട് പ്രൈമറി മാർക്കറ്റിൽ ഷെയർസ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കമ്പനി ഷെയർസ് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ അതെന്ത് ചെയ്യും, അത് ലിസ്റ്റഡ് ആയിട്ട് സെക്കൻഡറി മാർക്കറ്റിലേക്ക് വരും. അതായത് അവിടെ നമുക്ക് ഫർദർ നമുക്ക് വാങ്ങലും വിൽക്കലും ഒക്കെ നടക്കുന്ന അവിടെ നിന്നാണ്. ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഇവിടെ വിൽക്കലില്ല. കാരണം ഇവിടുത്തെ ഒരു പുതിയ കമ്പനി ലിസ്റ്റഡ് ആവുകയാണ്, അതായത് ഷെയർ മാർക്കറ്റിലേക്ക് വരികയാണ്. ആ ഒരു സംഭവമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ല IPO ഓപ്പൺ ഡേറ്റ്, അതായത് 25 മാർച്ച് 25th ഈ IPO ഓപ്പൺ ആയിട്ടുള്ളത്. IPO ക്ലോസ് ഡേറ്റ് 31 മാർച്ച്. ആ ഒരു 31 ശേഷമാണ് പിന്നെ അത് സെക്കൻഡറി മാർക്കറ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കമ്പനിയുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഉത്തരാഖണ്ഡിലാണ് ആ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇഷ്യൂ ഓപ്പൺ ഡേറ്റും ഇഷ്യൂ ക്ലോസ് ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഷെയർസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി മേടിക്കാം. സെക്കൻഡറി മാർക്കറ്റിൽ 1, 2, 10, 1000 എത്ര ഷെയർസ് വേണേൽ നമ്മുടെ ക്യാഷിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ലോട്ടായിട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ലോട്ട് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് 1, 2 മുട്ടയെ മേടിക്കാൻ ചെല്ലുമ്പോൾ അവിടുന്ന് ഷോപ്പ് ഓണർ പറയുന്നു ഇവിടെ ഒരു പാക്കറ്റ് മുട്ടയെ മാത്രമേ കിട്ടുള്ളൂ. അതേപോലെ ഇവിടെ 1, 2 ഷെയർസ് കിട്ടില്ല, ഒരു ലോട്ട്, അതായത് ആ ലോട്ടിൽ ഒരു സൈസ് ഉണ്ടാവും. ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, മിനിമം ബിഡ് ക്വാണ്ടിറ്റി 3000 ഷെയർസാണ് നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റുള്ളൂ മിനിമം. ഇനിയിപ്പോൾ അതിൽ കൂടുതലാണെങ്കിൽ 6000.